തായ്ലാൻഡും കംബോഡിയയും തമ്മിലുള്ള സംഘർഷം യുദ്ധത്തിൻ്റെ വക്കിലെത്തിയിരിക്കുകയാണ്. പുരാതന ക്ഷേത്രങ്ങളുടെ അവകാശത്തെ ചൊല്ലി നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അതിർത്തി തർക്കത്തിൻ്റെ ബാക്കി തന്നെയാണ് ഇപ്പോഴത്തെ സംഘർഷവും. 817 കിലോമീറ്റർ നീളമുള്ള അതിർത്തിയാണ് തായ്ലാൻഡും കംബോഡിയയും തമ്മിലുള്ളത്. കംബോഡിയ ഫ്രാൻസിൻ്റെ നിയന്ത്രണത്തിലുള്ള സമയത്ത് അവരാണ് ഈ അതിർത്തി നിർണയിച്ചത്. അത് അംഗീകരിക്കാൻ തായ്ലാൻഡും തയ്യാറായിരുന്നില്ല. എന്താണ് ഈ തർക്കം തുടങ്ങാനുള്ള ചരിത്രമെന്ന് നമുക്ക് പരിശോധിക്കാം. എല്ലാവർക്കും സ്വാഗതം ഇൻഫോഡെസ്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക്. പ്രേവിയാർ പ്രവിശ്യയിലുള്ള ബാംഗ്രീത് പർവ്വതനിരകളിലെ 1722 അടി ഉയരത്തിൽ പാറയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ക്ഷേത്രമാണ് പ്രേവിയാർ ക്ഷേത്രം. തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള തർക്കത്തിൻ്റെ പ്രധാന ബിന്ദുവാണ് ഈ ക്ഷേത്രം. യുനെസ്കോ അവരുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ക്ഷേത്രമാണിത്. ഈ പ്രദേശമടക്കം ഉൾക്കൊള്ളുന്ന കംബോഡിയ 1860-കൾ മുതൽ ഫ്രാൻസിൻ്റെ കോളനിയായിരുന്നു. ഫ്രാൻസ് ഈ പ്രദേശം വിട്ടുപോകുമ്പോൾ വരച്ച അതിർത്തിയാണ് ഇന്നും പുകയുന്ന പ്രശ്നമായി മാറിയിരിക്കുന്നത്. 1907 ഫ്രഞ്ച് ഉദ്യോഗസ്ഥർ ഒരു ടോപ്പോഗ്രാഫിക്കൽ മാപ്പ് തയ്യാറാക്കി. അതിൽ പ്രേവിയാർ ക്ഷേത്രം കംബോഡിയ പ്രദേശത്താണ് രേഖപ്പെടുത്തിയിരുന്നത്. 1941 ജപ്പാനുമായി ചേർന്ന് തായ്ലാൻഡ് പ്രേവിയാർ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. 1953 കംബോഡിയ സ്വാതന്ത്ര്യം നേടിയ ശേഷം 54 വീണ്ടും വലിയ തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോയി. 1959 തർക്കം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ വന്നു. 62 ICJ 9-നെതിരെ 3 വോട്ടിന് പ്രേവിയാർ ക്ഷേത്രം കംബോഡിയയുടെ പ്രദേശത്താണെന്ന് വിധിച്ചു. തായ്ലൻഡിനോട് ക്ഷേത്രത്തിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാനും കംബോഡിയയിൽ നിന്നെടുത്ത വസ്തുക്കൾ തിരികെ നൽകാനും ആവശ്യപ്പെട്ടു. എന്നാൽ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 4.6 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തിൻ്റെ അവകാശം കോടതി വിധിയിൽ പരാമർശിച്ചില്ല എന്ന് പറഞ്ഞ് വീണ്ടും തർക്കം തുടർന്നു. 2008 ജൂലൈയിലാണ് യുനെസ്കോ പ്രേവിയാർ ക്ഷേത്രത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. ഇതോടെ ഇരു രാജ്യത്തെയും ദേശീയവാദികൾ വലിയ പ്രക്ഷോഭം ശക്തമാക്കി. 2008 ഒക്ടോബർ തർക്കപ്രദേശത്ത് സൈനിക ഏറ്റുമുട്ടലുണ്ടായി. അതോടുകൂടി തമോൻ ത്വാൻ, തക്വായ് തുടങ്ങിയ ക്ഷേത്രങ്ങളിലേക്കും തർക്കം വ്യാപിച്ചു. 2011 തർക്കപ്രദേശങ്ങളിൽ ഏറ്റുമുട്ടലുകൾ രൂക്ഷമായി. 20ഓളം പേർ കൊല്ലപ്പെട്ടു. 36,000-ലധികം പേർ പലായനം ചെയ്തു. 2011 കംബോഡിയ ICJയിൽ 1962 വിധിയുടെ വ്യാഖ്യാനം ആവശ്യപ്പെട്ടു. അങ്ങനെ 2013 ICJ വീണ്ടും മറ്റൊരു വിധി കൂടി പ്രസ്താവിച്ചു. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പ്രദേശം കൂടി കംബോഡിയയ്ക്ക് അവകാശപ്പെട്ടതാണെന്ന് വിധിച്ചു. കംബോഡിയയും തായ്ലാൻഡും ലാവോസും കൂടി ചേരുന്ന എമറാൾഡ് ട്രയാങ്കിൾ എന്നറിയപ്പെടുന്ന പോയിന്റിൽ ഒരു വെടിവെപ്പിൽ കംബോഡിയൻ സൈനികൻ ഈ വർഷം മെയ്യിൽ കൊല്ലപ്പെട്ടതാണ് ഇപ്പോഴത്തെ സംഘർഷത്തിന് പെട്ടെന്നുണ്ടായ കാരണം. ജൂലൈ 23 അതിർത്തിയിലുണ്ടായ ലാൻഡ് മൈൻ സ്ഫോടനത്തിൽ ഒരു തായ് സൈനികൻ്റെ കാൽ നഷ്ടപ്പെടുകയും ചെയ്തു. ഇത് സംഘർഷത്തെ കൂടുതൽ സങ്കീർണമാക്കി. തായ്ലാൻഡിൽ നിന്ന് കംബോഡിയയിലേക്ക് F-16 യുദ്ധവിമാനം പ്രയോഗിച്ചതോടെ യുദ്ധത്തിൻ്റെ പ്രതീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ആദ്യ ദിനം തന്നെ 12 പേരാണ് കൊല്ലപ്പെട്ടത്. തായ്ലൻഡിൻ്റെ 6 F-16 യുദ്ധവിമാനങ്ങൾ അതിർത്തി ഭേദിച്ചുവെന്നും ഇതിലൊന്നാണ് തകർത്തതെന്നും കംബോഡിയ വ്യക്തമാക്കി. സൈനിക ലക്ഷ്യമാണ് തകർത്തതെന്ന് തായ്ലൻഡും വാദിച്ചു. കംബോഡിയയുമായുള്ള അതിർത്തി അടച്ചതായി തായ്ലൻഡ് അറിയിക്കുകയായിരുന്നു. അതിർത്തിയിൽ നിന്ന് ആയിരങ്ങളെ ഒഴിപ്പിച്ചു. കംബോഡിയയുമായുള്ള സംഘർഷത്തിൻ്റെ നടുവിലാണ് തായ്ലാൻഡ് പ്രധാനമന്ത്രിയുടെ കസേരയും തെറിച്ചത്. അതിർത്തി പ്രശ്നം പരിഹരിക്കാനായി കഴിഞ്ഞ മാസം 15-ന് പ്രധാനമന്ത്രിയായിരുന്ന പയേ തുങ്താൻ നടത്തിയ ഫോൺ സംഭാഷണം ലീക്കാവുകയായിരുന്നു. ഫോൺ കോളിൽ കംബോഡിയൻ സെനറ്റ് പ്രസിഡന്റും മുതിർന്ന നേതാവുമായിരുന്ന റിൻസിയനെ അങ്കിൾ എന്ന് വിളിച്ച് പ്രീണിപ്പിക്കാൻ ശ്രമിച്ചു. തായ് സൈനിക ജനറലിനെ പറ്റി മതിപ്പില്ലാത്ത രീതിയിൽ സംസാരിച്ചതും വിവാദമായി. ഇതോടെ തായ്ലാൻഡിൽ പ്രതിഷേധം ആളിക്കത്തി. ഇതിൻ്റെ പേരിൽ തായ്ലാൻഡ് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് തായേ തുങ്താനെ കോടതി പുറത്താക്കുകയും ചെയ്തു. കംബോഡിയയുമായുള്ള സംഘർഷം തായ്ലാൻഡിലെ രാജാവും രാജാവിൻ്റെ ശിങ്കിടികളുമായി നിൽക്കുന്ന ഭരണകൂടവും എങ്ങനെ ഉപയോഗിക്കുമെന്നതും പ്രധാനമാണ്. കാത്തിരുന്നു കാണാം.